ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് ദിവസമായല്ലേ വീഡിയോ എല്ലാം കണ്ടിട്ട്. അപ്പോൾ തന്നിരുന്നേണ്ട വീട്ടിൽ നമ്മളൊരു ചെറിയൊരു ദിവസമാണ് നിങ്ങളിന്ന് കാണിക്കുന്നത്. ഒരു കൂട്ടം രാവിലെ എണ്ണിച്ചിട്ട് അച്ചാച്ചൻ്റെ ഒന്നിച്ചിട്ട് പോത്തപ്പൻ്റെ അടുത്തെല്ലാം പോയിട്ടുണ്ട്. ഞാനിങ്ങനെ പ്രകൃതി ഭംഗീൻ്റെ വീഡിയോ എല്ലാം എടുക്കുവാണ് കേട്ടോ. പ്രാവശ്യം അങ്ങനെ വലിയ മഞ്ഞും കോളൊന്നും ഇല്ല, വെറുതെ ഒരു വീഡിയോ. അങ്ങനെ അച്ഛൻ നേരെ റിക്കൂട്ടനെ എടുത്തിട്ട് പോത്തിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നിന്നതാണ്. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞ വീഡിയോ അന്ന് അച്ഛനെയും കാണുന്നുണ്ട്, അതുകൊണ്ട് മണം കണ്ടാന്ന് കേട്ടോ. അങ്ങനെ റിക്കൂട്ടൻ നല്ല വലിയ ആളെ പോലെ പോത്തിൻ്റെ പുറത്തെല്ലാം കയറി ഇരിക്കുന്നുണ്ട്. അവനങ്ങനെ പേടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് റിക്കുവിൻ്റെ പല്ല് തേക്കാണ്ടാണ് താഴേക്ക് ഇറങ്ങി വന്നത്. ഇപ്പം ചങ്ങയ്ക്ക് പല്ല് തേക്കാനും ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ താഴെ വന്നപ്പം പറഞ്ഞു ഞാൻ ബൈക്കിലിരുന്നിട്ട് പല്ല് തേക്കുന്നു. അങ്ങനെ ബ്രഷും പേസ്റ്റെല്ലാം കയ്യിൽ കൊടുത്തിട്ടുണ്ട്. തന്നെ 2-3 വട്ടം ഒര അരച്ചിട്ട് ഇന്നാ മതി എന്നാക്കുവാണ് കേട്ടോ. ഞാൻ ഒരച്ചരാന്ന് പറഞ്ഞിട്ടൊന്നും സമ്മതിക്കൊന്നുമില്ല. ഇപ്പോൾ ഈ ഒപ്പിക്കൽ പല്ല് തേക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ കേട്ടോ. മതി എന്ന് പറഞ്ഞിട്ട് തന്നെ തട്ടി മാറ്റുകയോ ചെയ്യുന്നു ചങ്ങായി. അങ്ങനെ പിന്നെ ഒപ്പിക്കൽ പല്ല് തേക്കലും വായ കഴുകലും എല്ലാം കഴിഞ്ഞിട്ട് റിക്കും വണ്ടിയിൽ നിന്ന് പിന്നെ ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം അച്ഛൻ അവിടെ ഡബിൾ സ്റ്റാൻഡ് ആക്കിയിട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ടാ, അങ്ങനെ തന്നെയല്ലേ പറയുക, ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ആളെപ്പോലെ ഇങ്ങനെ അതിലിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അകത്തേക്ക് വന്ന് ചായ ഉണ്ടാക്കി കുടിച്ച്. അപ്പം അമ്മക്ക് തൊഴിലുറപ്പിന് പോകണം. അമ്മ അപ്പോഴേക്ക് സാമ്പാറാക്കിയിട്ടുണ്ട്. പിന്നെ വറവിൻ്റെ എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. വറവെല്ലാം മെനയാന്നാക്കിയത്. പിന്നെന്തായിരുന്നു, പിന്നെ രാവിലെ ചായക്ക് നമുക്ക് ഈ അപ്പം ഇല്ലേ, എരുള്ളി അപ്പം, അതാണ് കാര്യപ്പം. അങ്ങനെ അത് റിക്കൂട്ടിന് കൊടുത്തതാണ്. ഓനിങ്ങനെ ഇതെന്നെ ചാനം എന്നുള്ളതിൽ നോക്കുകയാണ് കേട്ടോ. അന്നൊരിക്കൽ ആക്കി കൊടുത്ത സമയത്ത് കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇപ്രാവശ്യം ആക്കിയാലോ വലിയ കാര്യമായിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ല. വെറുതെ ഇങ്ങനെ 2-3 കടി കടിച്ച് പിന്നെ തുപ്പി അങ്ങനെയെല്ലാമാണ് കളിച്ചത്. അപ്പം ഞാൻ എൻ്റെ ചായയും കൊണ്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്. റിക്കൂട്ടിനത് തിന്നുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ വലിയ ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ ആ പ്ലേറ്റിൽ ഞാനും എടുത്ത് അങ്ങനെ ഞാനും നമ്മളെ ചായ കൂടി കഴിഞ്ഞു കേട്ടോ. പിന്നെ റിക്കൂട്ടൻ കുറച്ച് സമയം കാർട്ടൂൺ കാണാൻ വന്നിട്ട് സോഫയിൽ ഇങ്ങനെ കാർട്ടൂൺ കാണുന്നുണ്ട്. എല്ലാം കുറച്ച് സമയം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എണീച്ചിട്ട് പിന്നെയും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി സൈക്കിൾ ഓടിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. റിക്കും അങ്ങനെ ഏതെല്ലോ പഠിച്ച പാട്ടെല്ലാം പാടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ വെയിലല്ലേ, കൊണ്ടോട്ടെ എന്ന് വിചാരിച്ച്. ഈ മണ്ണും പൊടിയും അധികം വാരി കളിക്കുമ്പോൾ ഞാനങ്ങനെ വിടലില്ല. ഇപ്പം അടുത്തൊരിക്കും സുഖമില്ലായിട്ട് ഡോക്ടറെ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് പൊടിയിലധികം ആക്കണ്ട, വെള്ളത്തിലാക്കണ്ട എന്നെല്ലാം. അപ്പം എല്ലാം കൺട്രോളിലാണെന്ന് റിക്കും. പിന്നെ ഞാൻ റിക്കൊന്നും കൂടിയിട്ടാ ഓൻ്റെ ഒരു വണ്ടീൻ്റെ ടയറുണ്ട്, അത് ഇട്ട് കളിക്കുവാണ്. റിക്കൊണ്ടൊന്നിച്ചിട്ട് ഇങ്ങനെ കളിക്കണം, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. അതല്ലെങ്കിൽ ഓൻ ടെററാവും കേട്ടോ.
വീണു. അങ്ങനെ പുറത്തുനിന്ന് ടയറെല്ലാം ഉരുട്ടി കളിച്ചതിന് ശേഷം റിക്കുട്ടൻ പറഞ്ഞ് നമുക്ക് അകത്ത് കയറ്റി ടി വി കാണാമെന്ന്. അങ്ങനെ പിന്നെയും ടി വി ഓണാക്കിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം അവനത് ഇപ്പോഴും നിർത്തും. അപ്പോൾ അമ്മക്ക് പോകാനായിട്ടുണ്ട്. അമ്മ അപ്പോഴേക്കായിരിക്കും വോയിസ് മെസ്സേജ് എന്തെല്ലാം അയക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആർക്കും ഇപ്പം ബൈക്കിലിരിക്കുമ്പം അമ്മ പോയിന്ന് തോന്നും. അച്ഛൻ്റെ ഒന്ന് വെച്ചിട്ട് ഗുഡ്സിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം റിക്കു ആദ്യം ഒന്ന് വെറുങ്ങിനൊന്ന് കരഞ്ഞ്, പിന്നെ ബൈക്കിലിരിക്കണം എന്നിട്ട് കയറിയിരുന്ന് അതിൽ താക്കോലിട്ട് തിരിച്ച് കളിക്കുവാന്ന് കേട്ടോ. അപ്പോൾ ലൈറ്റ് കത്തും, അത് കാണുവാന്ന്. എന്തായാലും വണ്ടി കേടാണ്, അതുകൊണ്ട് ഓടുമൊന്നുമില്ല, അതുകൊണ്ട് ആ പേടിയൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ കളിച്ച്. പിന്നെ അമ്മമ്മ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ അമ്മമ്മേനെ ആടെ ആക്കിയിട്ട് ഞാൻ റിക്കൂട്ടിന് ദോശ ഇട്ടു കേട്ടോ. ദോശയും പിന്നെ തലേന്നാക്കിയ ചിക്കനും ഉണ്ടായിരുന്നു. അങ്ങനെ റിക്കൂട്ടിന് ദോശയും ചിക്കനെല്ലാം കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, രാവിലെ ആക്കിയ സംഭവം അങ്ങനെ തിന്നിട്ടില്ല, അതുകൊണ്ട് ആ ദോശയും ചിക്കനും ആൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട് അതിനെ. അങ്ങനെ പിന്നെ ദോശയും എടുത്തിട്ട് ഇതാ പുറത്തിരുന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പം ആ സെയിം ടയറിനെ കൊണ്ടാണ് ഉരുട്ടി കളിക്കുന്നത്. അതിൻ്റെ നടക്കത് താഴെ പോവും, പിന്നെയും പോയിട്ട് എടുക്കും, പിന്നെയും വരും. അങ്ങനെ ഇങ്ങനെയൊക്കെയോ റിക്കുന്ന ദോശ കഴിപ്പിച്ചു കേട്ടോ. പിന്നെ ചിക്കൻ ഉള്ളതുകൊണ്ട് അതൊരു ഇഷ്ടവിഭവമാണല്ലോ, അതുകൊണ്ട് നല്ല ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടുണ്ടായിന്. എന്നിട്ട് പിന്നെയും അകത്ത് കയറി ടി വി കാണാനിത് എല്ലാം ഒരു കുറച്ച് സമയം മൂപ്പർക്ക് പറ്റും കേട്ടോ. അങ്ങനെ അതിന് ശേഷം വയറെല്ലാം നിറഞ്ഞല്ലോ. പിന്നെ റിക്കുണ്ണെ കിടത്തി ഉറക്കി. അപ്പോഴേക്കും നമ്മളെ പുതിയ സ്റ്റോക്കിൻ്റെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറേ ആൾ പൈസ എല്ലാം അയച്ചു തന്ന് അതൊക്കെ ഓക്കെ ആക്കി സെറ്റാക്കി വെച്ചു. അങ്ങനത്തെ പണിയെല്ലാം എടുത്ത്. പിന്നെ എൻ്റെ ഇപ്പോൾ ഇത്തിരി തടിച്ചുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഉള്ള പരിപാടി ഇതാണ്, ബ്ലൗസിൻ്റെ ചുരിദാറിൻ്റെ എല്ലാം നൂലയക്കൽ. അങ്ങനത്തെ പരിപാടിയെല്ലാം നോക്കി കേട്ടോ. കണ്ടില്ലേ, ഇത് നിന്നുള്ള സമയത്തേ വാങ്ങി വെച്ച ബ്ലൗസാണെല്ലാം. അപ്പം എല്ലാത്തിൻ്റെയും നൂലയക്കുവാന്ന് കേട്ടോ. അങ്ങനെ പിന്നെ റിക്കു ഉറങ്ങി എണീച്ചതാ താഴെ വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും കുറച്ച് സമയം ടി വി നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ഓനോൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം വലിച്ച് വാരിയിട്ടിട്ട് വൃത്തിയാക്കുന്നില്ല, കളിക്കുവാന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെയും റിക്കുവിൻ്റെയും ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അച്ചാച്ചൻ വരുന്നതുകൊണ്ട് ഓടിയത് നേരം വീണതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇതിപ്പോൾ റിക്കുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പോലെയായി. കാരണം അവൻ്റെ വീഡിയോ മാത്രമേ പ്രത്യേകിച്ച് എനിക്ക് എടുക്കാൻ ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അച്ഛൻ വന്ന സന്തോഷത്തിൽ തുള്ളിച്ചാടുവാന്ന് റിക്കൂട്ടൻ. അപ്പോഴേക്ക് അമ്മയും വന്നിട്ടുണ്ടായിനെ. പിന്നെ ഞാൻ റിക്കുണ്ണിന് ചോറ് കൊടുത്തിട്ട് പകുതി ആയിട്ടുണ്ടായിരുന്നു, അന്നേരമാണ് അച്ഛൻ വന്നത്. പിന്നെ അച്ഛൻ അപ്പം തന്നെ റിക്കുണ്ണിനെയും കൂട്ടിയിട്ട് തേങ്ങെങ്ങാനും കൊടുക്കാനൊരു പണി ഉണ്ടായിന്. അപ്പം പിന്നെ ഒന്നിച്ച് ഓനെയും കൂട്ടാന്ന് പറഞ്ഞിട്ട് ഓനെയും കൂട്ടിയിട്ട് പോയി കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും റിക്കു ചോറൊന്നുമില്ല. അച്ഛൻ മുട്ടായി എല്ലാം വാങ്ങിക്കൊടുത്ത് മുന്തിരി എല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പം വരുമ്പോഴേ ചങ്ങായി മുട്ടായി തിന്നിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ റിക്കുവിൻ്റെ പ്ലേറ്റിൽ തന്നെ ഞാനും പിന്നെ ചോറെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റിക്കു ആണെങ്കിലും മുട്ടായി എല്ലാവരെയും കാണിക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു മുട്ടായി ഇഷാനും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിന്, അതും ഓൻ തിന്നു കേട്ടോ. പിന്നെ റിക്കുവിൻ്റെ മുട്ടായെല്ലാം കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ കിടന്നിട്ടും ഇരുന്നിട്ടും നടന്നിട്ടും എല്ലാം മുട്ടായി തിന്നുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നക്കാനും കൂടി തന്നിട്ടുണ്ടായിന് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നും പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളൊരു സെൽഫി വീഡിയോ കാണാം. ഭയങ്കര ഡിമാൻഡല്ലാന്ന് ഇപ്പോൾ വീഡിയോ എടുക്കണ്ട അങ്ങനെയെല്ലാം വേണ്ട എന്നെല്ലാക്കിയിട്ട് എന്തെല്ലോ സുള്ളു കളിക്കുന്നുണ്ട് കുട്ടി. പിന്നെ റിക്കൂട്ടിന് മുട്ടായെല്ലാം കിട്ടിയ സന്തോഷത്തിൽ വലിച്ചിട്ട കളിപ്പാട്ടങ്ങളെല്ലാം ഇട്ടിട്ട് കളിക്കുന്നുണ്ട്. അമ്മ അപ്പോഴേക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് പണിക്ക് പോയിട്ടുണ്ടായിനെ. പിന്നെ റിക്കൂട്ടൻ കുറച്ച് സമയം ടി വി കാണാമെന്ന് പറഞ്ഞിട്ട് ടി വി വെച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് കേട്ടോ. ഇതുപോലെ ഇടയ്ക്ക് കുറച്ച് സമയം കാണും, പിന്നെ എന്തെങ്കിലും കളിക്കും, പിന്നെ ഇതുപോലെ എന്തൊക്കെ കാണും, അങ്ങനെയല്ലാന്ന് കേട്ടോ. അങ്ങനെ പിന്നെ അച്ഛൻ വരുമ്പോൾ മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിന്. പിന്നെ റിക്കൂട്ടിന് മുന്തിരി നല്ല മഞ്ഞപ്പൊടി ഉപ്പെല്ലാം ഇട്ട വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുന്തിരി അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ കഫക്കെട്ടുണ്ടാകുന്നതുകൊണ്ട് എപ്പോഴൊന്നും അങ്ങനെ വാങ്ങിയിട്ട് കൊടുക്കലൊന്നുമില്ല. ഇതുപോലെ എപ്പോഴെങ്കിലും എല്ലാം ഇങ്ങനെ കൊടുക്കും കേട്ടോ. അപ്പം പാത്രം എടുത്തിട്ട് കളിക്കാൻ പോവുമായിരുന്നു. അത് കണ്ടപാടെ എന്നോട് ചോദിച്ച് കഴിക്കുകയോ.
ഇഷ്ടമുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ റിക്കോർഡിന് എങ്ങനെയാണ് നമ്മളെ സോഫയിലോ അല്ലെങ്കിൽ അകത്തെല്ലാം പോയിട്ട് ഇരുന്നിട്ട് കഴിക്കുകയെന്ന് ചെയ്യുക. അതിൻ്റെ ഇടയിൽ എൻ്റെ ഏച്ചിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിന്. മീൻസ് ഏച്ചിയും ഏട്ടനും പിള്ളേരും എല്ലാവരും കൂടി ഇങ്ങനെ പിള്ളേരപ്പോഴേക്ക് സ്കൂൾ വിട്ടത് അന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്ന് വെച്ചിട്ട് ഒളിച്ച് കളിച്ചിട്ട് റിക്കൂട്ടൻ ഇതാ മുന്തി നല്ല സുന്ദരനായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അച്ഛൻ എവിടെയോ പണിക്ക് പോകുന്ന സമയത്ത് റിക്കൂട്ടിനെയും കൂട്ടിയിട്ട് ആണ് കേട്ടോ പണിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ മാത്രമേ വീട്ടിൽ. അപ്പോൾ പിന്നെ ബാക്കി ഇവൻ വലിച്ചിട്ട സാധനങ്ങളെല്ലാം തിരിച്ചിട്ടു. അതിനുശേഷം അടിച്ച് വാരി തുടങ്ങി കേട്ടോ. അങ്ങനെ താഴെയെല്ലാം ഇങ്ങനെ അടിച്ച് വാരെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം മുകളിലേക്ക് പോയിട്ട് അടിച്ച് വാരാമെന്ന് വിചാരിച്ചു. താഴെ അമ്മ ദിവസം അടിച്ച് വാരാൻ തുടക്കം ചെയ്യും. അടിച്ച് വാരലൊരു 10 വട്ടെങ്കിലും ഒരു ദിവസം അടിക്കും കേട്ടോ. പിന്നെ അങ്ങനെ പിന്നെ ഞാൻ വെച്ച് ഇനി മുകളിൽ അടിച്ചിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ മുകളിലും അടിച്ച് കണ്ണാടിയിൽ എന്നെ കാണിച്ചു തരാം കേട്ടോ. ഒരു കോലം കെട്ട കോലത്തിലാണ് നിൽക്കുന്നത്. ബ്ലൗസിൻ്റെ തുന്നലെല്ലാം വെച്ചത് അതുപോലെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അച്ഛനെ കൊണ്ട് അടുപ്പിക്കണം. അടിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. മറന്നതല്ല. ഇനിയിപ്പം പ്രത്യേകിച്ച് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് വെച്ച് പോയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ റിക്കൂട്ടൻ നേരെ പോയത് ശരത്തേട്ടനെ കണ്ടിട്ട് ശരത്തേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം ശരത്തേട്ടനാണെന്ന് കുറച്ച് ഫോട്ടോ എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് അടിച്ച് വാരെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ടിറങ്ങിയത് നോക്കുമ്പം നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല സൗണ്ടോട് കൂടിയില്ല നല്ല മണ്ണിൻ്റെ മണമെല്ലാം അടിക്കുന്നുണ്ടായിന്. അപ്പോൾ നല്ലൊരു മഴയെല്ലാം അങ്ങനെ പെയ്ത്. അങ്ങനെ കുറച്ച് സമയം മുകളിൽ നിന്ന് മഴ പെയ്യുന്നതെല്ലാം നോക്കി നിന്ന് നേരെ താഴെ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഇതാ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ വരുമ്പം അച്ഛൻ വരുമ്പം ഉഴുന്നോട കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിച്ചു. പക്ഷെ വലിയ ടേസ്റ്റൊന്നും ഇല്ല. എന്തോ ചൊവ്വ എന്നിട്ട് പിന്നെ ബാക്കി ഞാൻ തുപ്പിക്കളയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഇതാ റിക്കൂട്ടൻ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് ഏട്ടൻ്റെ ഷർട്ടും കുപ്പായെല്ലാം ഇട്ടിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് അങ്ങനെ എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിന് വീഡിയോ കോളിൽ. അങ്ങനെ അമ്മേനോട് വർത്തമാനം പറഞ്ഞു കേട്ടോ. പിന്നെ ഇതാ റിക്കൂട്ടൻ എന്തോ തിന്നിട്ട് നടക്കുന്നുണ്ട്. കുറേ ദിവസമായില്ലേ വീഡിയോ അത് നമ്മൾ ഇഷുവിൻ്റെ അരയെ കെട്ടിച്ചരട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവന് പിന്നാലെ പോയതാണ്. അച്ഛൻ ഇഷുവിനെ കെട്ടിക്കൊടുക്കുന്ന കണ്ടപ്പം ഓനും കെട്ടണം എന്നുണ്ട് പോയതാണ് കേട്ടോ. എന്താ കഴിച്ചതെന്ന് ഞാൻ മറന്നുപോയി. പിന്നെ ഇതാ നമുക്ക് വിഷു കളക്ഷനിലുള്ള പുതിയൊരു സാരിയാണ് കേട്ടോ ഇത്. അപ്പം കുറേ നാളായി വീഡിയോ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ സ്റ്റോക്ക് ഉള്ള സമയത്തായിരുന്നു ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ഇപ്പം ഇത് സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട്. പക്ഷേ ആവശ്യമുള്ളവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുത്തിക്കാം കേട്ടോ. പിന്നെ നമ്മൾ രാത്രിത്തെ ഫുഡ് ഇതേനും മുട്ടയും ആക്കി ചക്കയും പിന്നെ സാമ്പാറും കേട്ടോ. അങ്ങനെ റിക്കോർഡിനെല്ലാം കിടത്തി ഉറക്കി. എനിക്ക് കുറച്ച് എഴുതാനും കൊറിയർ അയക്കേണ്ടത് നോക്കാനെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. എന്നിട്ട് നമ്മളെ പഴയ വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പം നമ്മളെ പ്രൊഡക്റ്റ്, അതായത് നമ്മളെ ചുരിദാറിൻ്റെ തുണി എന്തെങ്കിലും വേണമെന്നുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ.